ഇന്നത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് സ്വയം അഹങ്കരിക്കാൻ പറ്റുന്ന നൈസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ്. കാരണം ഇന്ന് നമ്മൾ വേറെ ഏത് സെഗ്മെന്റ് എടുത്താലും ഇതിനെ എന്താ പറയുക കടത്തി വെറ്റാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് നമുക്ക് വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രയേറെ എന്താ പറയാ മഹത്തരമായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റുള്ള സെഗ്മെന്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് എന്താ പറയാ ഓവർലുക്ക്ഡ് ആണ്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും അട്രാക്റ്റീവ് ആണ്, ഏറ്റവും മഹത്തരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിലല്ല, നമ്മളെ ഒരാൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്, എസ്പെഷ്യലി ഈ ബിസിനസ്സിൽ. കാരണം നമ്മളൊരു പ്രസന്റേഷനൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഒരു ഔട്ട്ലുക്ക് ആണ് ആദ്യം അവർ ശ്രദ്ധിക്കുക. നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നതും നമ്മുടെ കൂടെ ഒരാൾ കൈ തരുന്നതും നമ്മുടെ കൂടെ വർക്ക് ചെയ്യാമെന്ന് പറയുന്നതും ഒക്കെ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ നന്നായാലാണ് അവർ നമ്മുടെ കൂടെ വരുള്ളത്. അങ്ങനെ ഫസ്റ്റ് ഇംപ്രഷൻ നന്നാവണമെങ്കിൽ നമ്മൾ സ്വല്പം നൈസ് ആവണം. ആ നൈസ് ആവാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് എന്താ നൈസ എന്ന് പറയുന്നത്. അപ്പൊ ഈ നൈസയ്ക്ക് ഗ്രീക്കില് ഒരു അർത്ഥമുണ്ട്, ഗ്രീക്കിൽ ഒരു ഫെമിനൈൻ അർത്ഥമുണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബിഗിൻ, അതായത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു അർത്ഥം കൂടി നൈസയ്ക്ക് ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം എന്റെ ഉള്ളിൽ വന്ന ഒരു അർത്ഥം ഇതാണ്. നൈസയുടെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊറിഷിംഗ്, യൂത്ത്ഫുൾ, സ്മൂത്ത് ആൻഡ് അട്രാക്റ്റീവ്. നൊറിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന് പ്രൊട്ടക്ഷൻ നൽകിയും പരിചരണം നൽകിയും, യൂത്ത്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പമാവാൻ സഹായിക്കുകയും, സ്മൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൃദുലമായിട്ട് ചർമ്മത്തിന് ഉടമയാവാനും, അട്രാക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആകർഷണ വലയം നിങ്ങളുടെ ചുറ്റും സൃഷ്ടിക്കാനും ഈ ഒരു സെഗ്മെന്റിലൂടെ നിങ്ങൾക്ക് സഹായിക്കും. അപ്പൊ രാവിലെ നമ്മൾ എണീറ്റിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? നോർമലി നമ്മൾ മുഖത്ത് വെള്ളം ഒഴിക്കില്ല, പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് കാലഘട്ടം മാറി. നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് വാഹനങ്ങളായിരിക്കും പുറത്തു കൂടെ പോകുന്നുണ്ടാവുക. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും മുഖംമൂടി നടിച്ചൊന്നും പോകുന്നില്ല. ചില ആൾക്കാർ ഓപ്പൺലി പോകും, അവർ ജസ്റ്റ് ഹെൽമെറ്റ് വെക്കും, ആ ഹെൽമെറ്റിന്റെ വൈസർ പൊക്കിയിട്ടാണ് പല ആൾക്കാരും വണ്ടി ഓടിക്കുക അല്ലെ. അപ്പൊ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മുഖത്ത് ഒരുപാട് പൊടിപടലങ്ങളും ചളികളും പറ്റിപ്പിടിക്കും. ഇതിനെ അകറ്റിക്കളയാനും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റീവ് ആക്കി വെക്കാനും അതിനെ നല്ല രീതിയിൽ പരിചരണം കൊടുക്കാനും മോയ്സ്ചറൈസ് ആക്കി വെക്കാനും ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ലിനൈസ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് ഫേസ് വാഷ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രാവിലെ എണീറ്റിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകുക എന്നുള്ളതാണ്. സോപ്പ് ഇട്ട് കഴുകാൻ പാടില്ല. കാരണം ഇതൊരു മൈൽഡർ ആൻഡ് ലെസ് അപ്രസീവ് ദാൻ സോപ്പാണ്. കാരണം സോപ്പിന്റെ pH വാല്യൂ ഒരിക്കലും നമ്മുടെ മുഖത്തെ ചർമ്മത്തിന് സൂട്ടബിൾ അല്ല. നേഹാമരത്തിന്റെ ക്ലാസ്സുകളിൽ പറയാറുണ്ട് നമ്മുടെ മുഖത്തിന് ഒരു pH വാല്യൂ ഉണ്ട്, നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിൽ ഒരു pH വാല്യൂ ഉണ്ട്. ആ രണ്ട് ഏരിയകളിലും നമ്മൾ ഒരിക്കലും സോപ്പ് അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം അത് സ്കിന്നിനെ ഡ്രൈ ആക്കും, അതായത് കുറച്ചും കൂടി വരണ്ട് മുറിയാൻ അത് കാരണമായിട്ട് മാറുമ്പോൾ ഇവിടെ ഇത് ലെസർ അബ്രസീവ് ആണ്. സോപ്പിനെ സംബന്ധിച്ച് pH ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ട കൃത്യമായിട്ടുള്ള പരിചരണം നൽകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ജെന്റിൽ എക്സ്ഫോളിയൻസ് ഉണ്ട്, നൊറിഷസ് ദ സ്കിൻ. ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യും? സ്കിന്നിന് പരിചരണം കൊടുക്കും. ഇറിറ്റേഷൻ, മുഖത്ത് സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഇറിറ്റേഷനുകൾ അതിനെ ഒഴിവാക്കാൻ സഹായിക്കും. ഒപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ, അത് സുഷിരങ്ങളുടെ ഉള്ളിലേക്ക് ചെന്ന് അതിനെ ക്ലീൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായകരമാവുന്നതാണ് ഫേസ് വാഷ്. ഇനി ഈ പറഞ്ഞ പോയിന്റുകൾ ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട 4 ചേരുവകൾ എന്താന്നുള്ളത് നമ്മൾ അറിയണം. ആ ഫേസ് വാഷ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഈ 4 ചേരുവകളെ പറ്റിയിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നാമതാണ് ഓർഗാനിക് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. ഓർഗാനിക് ടീ ട്രീ ഓയിൽ എന്ന് പറയാനുള്ള ഒരു കാരണമുണ്ട്. കാരണം നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സാധാരണ ഒരു ക്രീമിലോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ എന്താ പറയാ ലോഷനിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫേസ് വാഷിലോ അടങ്ങുന്ന ടീ ട്രീ ഓയിൽ എല്ലാം ഓർഗാനിക് ആവണമെന്നില്ല. കൃത്യമായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും അതിന്റെ മുകളിൽ ഓർഗാനിക് എഴുതി ചേർക്കാൻ പറ്റാത്തപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 100% ഓർഗാനിക് ആണ്. അപ്പൊ ടീ ട്രീ ഓയിലിന്റെ ബെനിഫിറ്റ് എന്താണ്? അതിന് ആന്റി മൈക്രോബിയൽ ആൻഡ് ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ബാക്ടീരിയ, ഫംഗൈ, വൈറസുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി അത് സഹായിക്കും. ഒപ്പം തന്നെ ആന്റിസെപ്റ്റിക് ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ചെറിയൊരു മുറിവോ ഇപ്പൊ നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്യാനും ഈ പറഞ്ഞ ടീ ട്രീ ഓയിൽ സഹായകരമാണ്. ഇനി ഇത് ആക്നെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കാം. എന്താണ് ആക്നെ? അതായത് ഒരു ഏരിയയിൽ മൊത്തം ഇങ്ങനെ ചുമന്ന് തടിച്ച് വരിക, എന്നിട്ട് അവിടെ ഇങ്ങനെ ആകെ ഒരു വൃത്തികേട് പോലത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് മുഖം പുറത്തേക്ക് ഒരാളെ കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു അവസ്ഥ തന്നെയാണ് ആക്നെ പറയാ. ഈ ഒരു സെഷന്റെ ഈ ഒരു സെഗ്മെന്റിന്റെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അവസാനം നമുക്ക് അതിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ആക്നെ ട്രീറ്റ്മെന്റിന് എന്താണ് ഈ ടീ ട്രീ ഓയിൽ നല്ലതാണ്. കാരണം ആക്നെ എന്ന് പറയുന്നത് ഒരു ക്രോണിക് സ്കിൻ ഡിസീസ് ആണ്. ഒരിക്കലും അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മുഖക്കുരുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഒരു ഏരിയ മൊത്തം എന്തായിരിക്കും? എഫക്റ്റഡ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നു? സ്കിൻ ബാക്ടീരിയ അതിന് വലിയൊരു കാരണം. ആ സ്കിൻ ബാക്ടീരിയനെ തടഞ്ഞു നിർത്താൻ ഇത് സഹായിക്കുന്നു. മാത്രമല്ല ആ സമയത്ത് ഉണ്ടാവുന്ന തടിച്ചു പൊങ്ങൽ, ഇൻഫ്ലമേഷൻ, അതിനെ തടയാനും ഇത് സഹായിക്കും. ഇനി രണ്ടാമത്തെ കണ്ടന്റ് ആണ് ഓറഞ്ച് ഓയിൽ. ഓറഞ്ച് ഓയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ചർമ്മത്തെ ക്ലിയർ ആക്കാനും റേഡിയൻ കോംപ്ലക്സ് തരാനും, അതായത് റേഡിയൻ കോംപ്ലക്സ് എന്ന് വെച്ചാൽ മുഖത്ത് നല്ലൊരു
പ്രകാശം, ഒരു പ്ലസന്റ് ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. വൈറ്റമിൻ സി നമുക്ക് എല്ലാവർക്കും അറിയാം പ്രതിരോധ ശേഷിക്ക് ഏറ്റവും നല്ലതാണ്. സ്കിന്നിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകാൻ ഈ പറഞ്ഞ വൈറ്റമിൻ സി സഹായിക്കും. ഇനി മൂന്നാമത്തെ കണ്ടന്റ് ആണ് ലെമൺ ഓയിൽ ഹെൽപ്സ് കൺട്രോൾ എക്സസ് സെബം. എന്താണ് സെബം? നമ്മുടെ ശരീരത്തിൽ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓയിലിന്റെ പേരാണ് സെബം. എന്തിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ്. നമ്മുടെ സ്കിന്നിനെ പുറത്തു നിന്നുള്ള പൊല്യൂട്ടൻസ് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ഈ പൊടി, അതുപോലെ തന്നെ വേറെ പദാർത്ഥങ്ങൾ, അതൊന്നും നമ്മുടെ സ്കിന്നിനെ ബാധിക്കാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഓയിലിന്റെ പേരാണ് സെബം എന്ന് പറയുന്നത്. അതൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ്. അപ്പൊ ഈ ലെമൺ ഓയിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെബമിനെ അധികമാവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് അധികമായ എന്താ പ്രശ്നം? നമ്മുടെ സ്കിൻ ഓയിലി സ്കിന്നായിട്ട് മാറും. അത് ആക്നെ വരാൻ പ്രത്യേകിച്ച് കാരണമായിട്ട് മാറും. അപ്പൊ ലെമൺ ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആ സെബമിനെ നിയന്ത്രിക്കാനും ഒപ്പം തന്നെ ആക്നെ വരാതിരിക്കാൻ പ്രതിരോധിക്കാനും ഇത് സഹായിക്കുമ്പോൾ, കാർഡമം ഓയിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ മുഖത്തുള്ള മസിലുകളെ സൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ പ്രവർത്തനം മികച്ചതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ 4 ഓയിലുകളാണ് പ്രധാനമായിട്ട് നമ്മുടെ ഫേസ് വാഷിൽ അടങ്ങിയിരിക്കുന്നത്. ഇത്രയും ഓയിലുകൾ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഫേസ് വാഷ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. കാരണം ഇന്ന് ഞാനൊരു 5 മണിക്ക് ഞാൻ ഇതിന്റെ പ്രസന്റേഷൻ ഇരുന്നിട്ട് ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു എണ്ണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഈ ഫേസ് വാഷ് എന്തെന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരും, അത് നമുക്ക് നോക്കാം. നോക്കൂ, ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന സിവിയർ ആയിട്ടുള്ള ഒരു കോംപ്ലക്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ആക്നെ എന്നുള്ളത് പറയാ. അതേപോലെ തന്നെ ഇവിടെ ഒരു പെൺകുട്ടി 2 കൈകളും കൂടിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ടുണ്ട്, അതാണ് പിമ്പിൾസ്. പിന്നെ അതുപോലെ തന്നെ ബ്ലമിഷ്. ഇതൊക്കെ മുഖത്ത് വരുന്ന അലർജി സംബന്ധമായ പ്രശ്നങ്ങളുടെ പല പല രൂപങ്ങളാണ്. അത് സിവിയറിറ്റി അനുസരിച്ചിട്ട് ഏറ്റവും മുതിർന്നതാണ് ഈ പറഞ്ഞ ആക്നെ, ബ്ലമിഷ് ഒക്കെ വരുന്നത്. പിമ്പിൾസ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. ഇത് ജസ്റ്റ് ഡൽഹിയിലെ ഒരു പൊല്യൂഷൻ, ഇപ്പൊ നമുക്കറിയാം ഡൽഹിയിലൊക്കെ പൊല്യൂഷൻ വളരെ കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് അത് സ്കിന്നിനെ എത്രത്തോളം ഹാംഫുൾ ആക്കും എന്നുള്ളത് അവിടുത്തെ ക്ലിനിക്കില് പുറത്തു വെച്ചൊരു പരസ്യമാണ്. പ്രിമച്വർ ഏജിങ്, അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അധികം പ്രായമുള്ള ഒരാളായിട്ട് നിങ്ങളെ തോന്നിപ്പിക്കും. സ്കിൻ ഇറിറ്റേഷൻ, സ്കിന്നിൽ ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ച്, നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇത് സ്കിൻ ഇറിറ്റേഷൻ ആണ്. ഇനി ചിലത് സംബന്ധിച്ച് ആക്നെ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ മുഖത്ത് അപ്പടി ഒരു ഏരിയ മൊത്തം തടിച്ചു പോകുന്ന ഒരു അവസ്ഥ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, സ്കിൻ ബാരിയർ ഡാമേജ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇന്ന് പൊല്യൂഷൻ കാരണം മാത്രം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിനൊരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ നൈസയുടെ ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഇതിന്റെ MRP വരുന്നത് 90, DP വരുന്നത് വെറും 70 രൂപയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഇതിന് സമാനമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഹിമാലയയുടെ ക്ലറീന എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കാരണം ഇന്ന് ഹിമാലയയുടെ ഒരുപാട് ഫേസ് വാഷ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതൊരു സാധാരണ ഫേസ് വാഷ് ആയിട്ട് ഒതുങ്ങുമ്പോൾ നൈസയുടെ ഫേസ് വാഷിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്നെ ട്രീറ്റ് ചെയ്യാൻ നല്ലതാണ്, ബ്ലമിഷിന് നല്ലതാണ്, പിഗ്മെന്റേഷന് നല്ലതാണ്, അതേപോലെ തന്നെ പിമ്പിൾസിന് നല്ലതാണ്. നിങ്ങളുടെ മുഖത്തിന്റെ നാച്ചുറൽ ഗ്ലോനെ കൂട്ടാൻ വേണ്ടി ഇത് സഹായിക്കും. കാരണം 4 തരത്തിൽ ഓയിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇത്ര അധികം ഉൽപ്പന്നങ്ങളുള്ള വേറൊരു ഫേസ് വാഷ് ഇത്രയും ന്യായമായ നിരക്ക് വേറെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഹിമാലയയുടെ ക്ലറീന ഞാൻ എടുക്കാനുള്ള കാരണം അതിന്റെ ആന്റി ആക്നെ പ്രോപ്പർട്ടീസ് മാത്രം നോക്കിയിട്ടാണ്. ഇത്രയെല്ലാം ഗുണങ്ങൾ അതിലില്ല. സോ മാർക്കറ്റിൽ കമ്പാരിറ്റീവ്ലി ഇപ്പൊ ഡോക്ടർമാരടക്കം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് അടക്കം റെക്കമെൻഡ് ചെയ്യുന്ന ക്ലറീന പോലത്തെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് 127 രൂപ വരുമ്പോൾ 60 ml നമുക്ക് ഇവിടെ ആകെ 90 രൂപയെ വരുന്നുള്ളൂ. ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുത്തു കഴിഞ്ഞാൽ 70 രൂപയ്ക്ക് നമുക്കിത് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. ഇനി ഈ പറഞ്ഞ ഫേസ് വാഷ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇത് പല ആൾക്കാർക്കും അറിയില്ല. നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഒരു കുറച്ചങ്ങോട്ട് സ്ക്വീസ് ചെയ്ത് കയ്യിലിട്ടിട്ട് നന്നായി ഉരച്ച് മുഖത്ത് ഇങ്ങനെ നമ്മൾ ഉരച്ചുകൊണ്ട് കാര്യമില്ല. അതിന് എന്റേതായ ഒരു രീതിയുണ്ട്. നമ്മളൊരു 2-3 തുള്ളി നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, പതുക്കെ കുറച്ച് വെള്ളം നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് നന്നായി ഒപ്പി ഒന്ന് ഇതാക്കിയതിനു ശേഷം മുഖം ആദ്യം ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ 2-3 തുള്ളി ഫേസ് വാഷ് എടുക്കാൻ. എന്നിട്ട് അത് നന്നായിട്ട് കയ്യിലൊന്ന് മസാജ് ചെയ്ത് നമ്മൾ പതുക്കെ എന്ത് ചെയ്യുക, ഈ 2 വിരൽ കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് പുരട്ടിയതിന് ശേഷം നമ്മുടെ ഓരോ ഏരിയകൾ മസാജ് ചെയ്യാൻ. മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മസാജ് ഷുഡ് ബി ടുവേർഡ്സ് അപ്പ്, അതായത് മുകളിലോട്ട് വേണം നമ്മൾ മസാജ് ചെയ്യാൻ. പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ താഴോട്ടാണ് മസാജ് ചെയ്യുക. നമ്മൾ ഈ 2 വിരൽ വെച്ചിട്ട് അത് വെച്ച് പതുക്കെ സർക്കുലർ മോഷനിൽ മുകളിലോട്ട് മസാജ് ചെയ്ത് എല്ലായിടത്തും അത് എത്തി എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മൾ വെറുതെ ചടങ്ങിന് ഇത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ച് അത് കഴുകി കളയുക. വി ഷുഡ് എന്താ പറയുക, എൻജോയ് ദ പ്രോസസ്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ചർമ്മം മികച്ചതാവുന്നുണ്ട്, എനിക്ക് എന്റെ ചർമ്മത്തിന് വേണ്ട പരിചരണം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഇതൊരു ദിവസം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് മിനിമം ഒരു 3 വട്ടമെങ്കിലും നമ്മൾ ചെയ്യണം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പേസ്റ്റ് എടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഷാമ്പു എടുക്കുന്ന പോലെയോ ഒറ്റ സ്ക്വീസിന് കുറെ എടുക്കരുത്. 2-3 തുള്ളി മാത്രമാണ് അറ്റ് എ ടൈം ഒരു യൂസിന് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ
ഉപയോഗിക്കണം. നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ഇന്റർവെൽ സമയത്ത് നമ്മൾ മുഖം ഒന്ന് കഴുകുക. അതേപോലെ തന്നെ വൈകിട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക. സോ മാക്സിമം റിസൾട്ട് കിട്ടാൻ ഒരു ദിവസം 2 to 3 ടൈംസ് എങ്കിലും നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കണം. അപ്പോഴാണ് നമ്മുടെ മുഖത്തിന് വേണ്ട പരിചരണം നമുക്ക് അതിലൂടെ കിട്ടുകയുള്ളൂ. സോ ദിസ് ഈസ് നൈസ ഫേസ് വാഷ്. അതിന്റെ പിന്നിൽ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. ഈ ഫേസ് വാഷിന്റെ കൂടെ തുടർന്ന് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒന്നാണ് നമ്മുടെ നൈസയുടെ മൾട്ടി പർപ്പസ് അലോയ് ഹൈഡ്രേഷൻ. അതായത് അലോവേരയും മൾട്ടി വൈറ്റമിൻസിനും ഗുണം അടങ്ങിയിരിക്കുന്ന മൾട്ടി പർപ്പസ് ക്രീമാണ് ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ആ ഫേസ് വാഷ് ഒരു വട്ടം ഉപയോഗിച്ച ആൾക്കാർ അതിന്റെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കണം? കാരണം ഇത് ഡീപ്പ് ഹൈഡ്രേഷൻ തരും. അതായത് നിങ്ങളുടെ സ്കിന്നിൽ ഇറ്റ് അബ്സോർബ്സ് ക്വിക്ലി ഇൻ ടു ദ സ്കിൻ വിത്തൗട്ട് ലിവിങ് എ ഗ്രീസി റെസിഡ്യൂ. അതായത് സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരു ക്രീം മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രീം കുറച്ചു നേരം മുഖത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. പക്ഷെ അലോവേരയെ സംബന്ധിച്ച് നമ്മളത് മുഖത്ത് അപ്ലൈ ചെയ്ത പെട്ടെന്ന് നമ്മുടെ ചർമ്മം അതിനെ വലിച്ചെടുക്കുന്നത് മാത്രമല്ല, അതൊരു ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ, ഒരിക്കലും ഒരു ഹാർഡ് മോയ്സ്ചറൈസർ അല്ല. ഈ ഹാർഡ് മോയ്സ്ചറൈസർ ആകുമ്പോഴാണ് അത് പുറമെ ഇങ്ങനെ പറ്റി പിടിച്ച് കുറച്ചു നേരം ഇങ്ങനെ ഗ്രീസി ആയിട്ടിരിക്കും. നമ്മൾ ഗ്രീസ് തൊട്ട പോലെ ഇരിക്കുമെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മുടെ ചർമ്മം വലിച്ചെടുക്കും. അപ്പൊ അതൊരു ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ ആണ്. ഇത് എസ്പെഷ്യലി ഓയിലി സ്കിന്നോ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സംബന്ധമായ സ്കിന്നുള്ളവർക്ക് ഇത് നല്ലതാണ്. അതായത് ആക്നെ വരാൻ സാധ്യതയുള്ള ആൾക്കാർക്കോ അത്തരമുള്ള എന്താ പറയുക വൾണറബിലിറ്റി ഉള്ള അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഉള്ള സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. ഓയിലി സ്കിന്നിനും ഏറ്റവും നല്ലതാണ്. ഇനി ഇറിറ്റേഷൻ, അതായത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഇറിറ്റേഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇപ്പൊ സൂര്യാഘാതം, സൺബേൺ, എക്സീമ, സോറിയാസിസ്, ജനറൽ റെഡ്നസ്, ഇതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അലോവേരയുടെ സത്ത് സഹായിക്കും. അത് മാത്രമല്ല, എവിടെയെങ്കിലും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷേവ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും മുറിയുകയാണ്, അല്ലാതെ എന്തെങ്കിലും നഖം കൊണ്ട് മുറിയുകയാണെങ്കിൽ പോലും അതിനെ കവറപ്പ് ചെയ്യാൻ ഇത് സഹായിക്കും. വൂണ്ട് ഹീലിംഗ് കപ്പാസിറ്റി അലോവേരയ്ക്ക് ഉണ്ട്. അത് കൊളാജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ പെട്ടെന്ന് തന്നെ സെൽ റീപ്രൊഡക്ഷൻ നടക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായ മൈനർ കട്ടുകളെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ സഹായിക്കും. പിന്നെ മൈൽഡ് എക്സ്ഫോളിയേഷൻ നടക്കും. അതിൽ നമുക്ക് എൻസൈം ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഡെഡ് സ്കിന്നുകളെ എടുത്തു മാറ്റി പുതിയ സ്കിന്നുകളെ അവിടെ കൊണ്ടുവരാനുള്ള വഴി ഇത് ഒരുക്കുന്നതിലൂടെ നമ്മുടെ സ്കിൻ എന്തായിരിക്കും, നല്ല സ്മൂത്ത് ആയിട്ട് മാറും. സോ ഇതൊക്കെ അലോവേര, അതായത് ഈ പറഞ്ഞ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള മൾട്ടി പർപ്പസിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള അലോവേരയുടെ ഗുണങ്ങളാണ് ഇതെങ്കിൽ മൾട്ടി വൈറ്റമിൻസ്, രണ്ടാമത് നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ട് മൾട്ടി വൈറ്റമിൻസ്. അതില് ബ്ലൂപ്ലെക്സ് VH. ബ്ലൂപ്ലെക്സ് VH എന്ന് പറയുന്നത് ഒരു കൂട്ടം വൈറ്റമിൻസിന്റെ ഒരു കോമ്പൗണ്ടിനെ പറയുന്നതാണ്. വൈറ്റമിൻ B3, B5, B6, വൈറ്റമിൻ C ആൻഡ് വൈറ്റമിൻ ഇ. നമുക്കറിയാം വൈറ്റമിൻ C ഓൾറെഡി പ്രതിരോധത്തിന് നല്ലതാണെങ്കിൽ വൈറ്റമിൻ ഇ നമുക്ക് എന്ത് ചെയ്യും, സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. സോ ദിസ് ഈസ് എ യൂണിക് വൈറ്റമിൻ കോമ്പൗണ്ട് വിച്ച് ഹെൽപ്സ് ഇൻ സ്കിൻ ബ്രൈറ്റിംഗ്. നിങ്ങളുടെ സ്കിന്നിന്റെ നോർമൽ ഗ്ലോയിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കുന്നത് മാത്രമല്ല, ഇന്ന് പുറമേ നമ്മൾ പോകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇല്ലാതെയാക്കാനും ഒപ്പം തന്നെ നിങ്ങളുടെ സ്കിന്നിന്റെ ഓവറോൾ പ്രൊട്ടക്ഷന് മെച്ചപ്പെടുത്താനും ഈ പറഞ്ഞ കോമ്പൗണ്ടുകളൊക്കെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സഹായിക്കുന്നതാണ്. സോ അലോവേര ആൻഡ് മൾട്ടി വൈറ്റമിൻസ് ഇതാണ്. ഇതല്ലാതെ വേറെ കണ്ടന്റുകൾ ഉണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട 2 ചേരുവകളാണ് ഈ പറഞ്ഞ അലോവേര എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ബിയോപ്ലെക്സ് VH എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാർക്കറ്റ് കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 95 രൂപയാണ് അലോവേരയ്ക്ക് വരുന്ന വിലയെങ്കിൽ ഇതിന് സമാനമായിട്ട് മാർക്കറ്റിൽ വരുന്ന ഒന്നാണ് അലോവേര ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ വിത്ത് അലോവേര, അതായത് മാമ എർത്തിന്റെ. നോക്കൂ, നമ്മളൊരു ഉൽപ്പന്നം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സുപരിചിതമായ ഒരു ബ്രാൻഡായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്. വീണ്ടും ഞാൻ പറയുന്നു, ഇപ്പൊ മാർക്കറ്റിൽ പോൺസിന്റെ ക്രീമുണ്ട്, മാർക്കറ്റിൽ നിവ്യയുടെ ക്രീമുണ്ട്, മാർക്കറ്റിൽ ഹിമാലയയുടെ ക്രീമുണ്ട്. പക്ഷെ നമുക്ക് സുപരിചിതമായിട്ടുള്ളതല്ല കമ്പയർ ചെയ്യേണ്ടത്. നമ്മുടെ കണ്ടന്റ് വെച്ച് ആ കണ്ടന്റ് വരുന്ന ഏത് ക്രീമാണുള്ളത് അതുമായിട്ടാണ് എന്ത് വേണ്ടത്, നമ്മുടെ കമ്പാരിസൺ വേണ്ടത്. സോ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് മാർക്കറ്റിൽ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് മാമ എർത്ത് എന്ന് പറയുന്നത്. ഈ മാമ എർത്തിന്റെ 80 ഗ്രാമിന് നോൺ ഗ്രീസി അലോവേര ബേസ് ആയിട്ടുള്ള ക്രീമിന് വരുന്ന വില 299 രൂപയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇവിടെ ആകെ വരുന്നത് എന്താ, 95 രൂപ മാത്രമാണ്. ഡിസ്കൗണ്ട് റേറ്റിൽ 81 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഇനി ഇതിന്റെ റിസൾട്ട് കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ടെക്നിക്കൽ അച്ചീവർ ആയിട്ടുള്ള പവർഫുൾ ലേഡി ലീഡർ ആയിട്ടുള്ള പുഷ്പ മാഡത്തിന്റെ പഴയൊരു ഫോട്ടോ ആണ്. മാഡം ഒരിക്കൽ കിച്ചണിലായിരിക്കുന്ന സമയത്ത് കുക്കർ പൊട്ടിത്തെറിച്ച് മുഖം മൊത്തം പൊള്ളി. ആ പൊള്ളല് മാറ്റാൻ സഹായിച്ച ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഈ പറഞ്ഞ മൾട്ടി പർപ്പസ് ക്രീം അലോവേര ആൻഡ് മൾട്ടി വൈറ്റമിൻസ് പറയുന്നത്. മിറാക്കുലസ് റിസൾട്ട്. പ്രഗ്നൻസി കഴിഞ്ഞിട്ടുണ്ടാവുന്ന സ്ട്രെച്ച് മാർക്സ് വരെ മാറ്റാൻ ഇത് നല്ലതാണ്. എവിടെയെങ്കിലും ഉണ്ടായിരിക്കുന്ന വലിയ മുറിവുകൾ, അതിലൂടെ ഉണ്ടാവുന്ന സ്കാറുകൾ, ആ സ്കാറിനെ പതുക്കെ പതുക്കെ അതിന്റെ നാച്ചുറൽ കളറിലേക്ക് എത്തിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമാക്കി ഇല്ലാതെയാക്കാൻ ഇത് സഹായിക്കും. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബിഫോറും അത് തേച്ചതിന് ശേഷമുള്ള ആഫ്റ്റർ ഫോട്ടോ ആണ്. ഇപ്പോ പുഷ്പ മാഡത്തിനെ കണ്ട ആൾക്കാർക്ക് അറിയാം, അങ്ങനെ ഒരു സംഭവമേ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കാരണം സ്കിൻ അത്രയും സ്മൂത്ത് ആണ്. സോ അത്രയും മിറാക്കുലസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മൾട്ടി പർപ്പസ് ക്രീം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒന്നാണ് സോഫ്ലീൻ എന്ന് പറയുന്നത്, അല്ലെ? എന്തിനാണ് നമ്മൾ സോഫ്ലീൻ ഉപയോഗിക്കുന്നത്? നമ്മുടെ
ചർമ്മം വരളുമ്പോൾ അതിനെ നോർമൽ ലെവലിലേക്ക് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് പെട്രോളിയം ജെല്ലിയാണ്. ഇതിലത് 100% പെട്രോളിയം ജെല്ലിയാണ്. അതായത് 100% പ്യുവർ പെട്രോളിയം ജെല്ലിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാൻ ഇത് സഹായിക്കുന്നു. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഇത് ഏറ്റവും നല്ലതാണ്. റെഡ്യൂസസ് ദ അപ്പിയറൻസ് ഓഫ് ഡ്രൈ ലൈൻസ്, അതായത് സ്കിൻ ഇങ്ങനെ വരണ്ട് ചുരുങ്ങുമ്പോൾ നമുക്കിങ്ങനെ വരകളൊക്കെ കാണും, അതിനൊക്കെ ഇല്ലാതെയാക്കാൻ ഇത് സഹായിക്കും. ഹെൽപ്സ് ടു ഹീൽ മൈനർ കട്ട്സ്, എവിടെയെങ്കിലും ചെറിയ ചെറിയ മുറിവുണ്ടെങ്കിൽ അതിനെ എന്താ പറയാ സോൾവ് ചെയ്യാനും അതിനെ എന്താ പറയാ റെഡ്യൂസ് ചെയ്യാനും ഹീൽ ചെയ്യാനും അത് സഹായിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഒരു ഫുൾ ഓൺ പ്രൊട്ടക്ഷൻ ഇതിലൂടെ നമുക്ക് കിട്ടും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ സോഫ്ലിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. നോറിഷസ് ആൻഡ് പ്രൊട്ടക്ട് യുവർ സ്കിൻ ഫ്രം ഡാമേജ്. ഏത് തരത്തിലുള്ള ഡാമേജിൽ നിന്നും ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ശരീരത്തിന്റെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അത് ഡ്രൈനെസ്സിന് നല്ലതാണ്. നിങ്ങളുടെ ലിപ്പ്, നിങ്ങളുടെ ചുണ്ടുകൾ സ്മൂത്ത് ആക്കാനും ഈ പറഞ്ഞ സോഫ്ലിൻ നല്ലതാണ്. കാലിലെ ക്രാക്സ് അതിനെയും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നിരന്തരമായിട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ എറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ എന്താ വെച്ചാൽ കണ്ണിന്റെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര കുഴിച്ചിൽ വരും. ആ സമയത്ത് രാത്രി കിടക്കുന്നേക്കാളും പിന്നെ കുറച്ച് സോഫ്ലിൻ എടുത്ത് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് ഇവിടെ കുറച്ചും കൂടി എന്തായിരിക്കും ഒന്ന് ഇൻടാക്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. സോ സോഫ്ലിൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്ട്സ് ആണ്. ഇത് അധികം ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ബം റാഷസ്, ഇപ്പോ ഞാൻ പറഞ്ഞു നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അത് ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒടിയേരികളല്ല ഞാൻ പറയുന്നത്, പിന്നില് അതായത് ബാക്ക് ഏരിയയിൽ നമുക്ക് റാഷസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആ റാഷസിനെ വരെ നമുക്ക് മാറ്റാൻ ഈ പറഞ്ഞ സോഫ്ലിൻ കൊണ്ട് സാധിക്കും. ഇത് എന്റെ പേഴ്സണൽ അനുഭവത്തോട് കൂടിയിട്ട് ഞാൻ പറയാണ്. സോ ഇറ്റ്സ് എ മിറാക്കുലസ് പ്രൊഡക്റ്റ്. നമുക്ക് മാർക്കറ്റില് വാസലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലെ വാസലിൻ പ്യുവർ സ്കിൻ ജെല്ലി. ഞാൻ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരെണ്ണം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 100% പെട്രോളിയം ജെല്ലി ആണെന്നുള്ളതാണ് അവർ പറയുന്നത്. അതിന് 54 രൂപ വരുമ്പോൾ ഇവിടെ നമ്മുടെ സോഫ്ലിൻ പെട്രോളിയം ജെല്ലിക്ക് 25 ml വരുന്നത് 45 രൂപ മാത്രമുള്ളൂ. ഡീപ്പ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 41 രൂപയ്ക്ക് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് നമ്മുടെ നൈസയുടെ ഇന്റൻസീവ് റിപ്പയർ ഫുഡ് ക്രീം എന്ന് പറയുന്നത്. ഇന്റൻസീവ് റിപ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ടുള്ള എന്താ പറയുക ട്രീറ്റ്മെന്റ് ആണ്. അല്ലാതെ വെറും പുറംതോട് മാത്രം മികച്ചതാക്കുക എന്നുള്ളതല്ല, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന്. എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വീറ്റ് ജെം ഓയിൽ അടങ്ങിയിട്ടുണ്ട്. ആ വീറ്റ് ജെം ഓയിൽ എന്ന് പറഞ്ഞത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഇയുടെ ഒരു വലിയൊരു ഉറവിടമാണ്. ഏറ്റവും കൂടുതൽ വലിയൊരു റിച്ചസ്റ്റ് സോഴ്സ് ആണ് ഈ പറഞ്ഞ വീറ്റ് ജെം ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ അതുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് നിങ്ങളുടെ സെല്ലുകളെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഫ്രീ റാഡിക്കൽ ഡാമേജ്, അതായത് ഡെഡ് സെല്ലുകൾ അധികം ഇല്ലാതെ ഇരിക്കുകയും അതിനെ പ്രിവെന്റ് ചെയ്ത് നാച്ചുറൽ ആയിട്ട് അതിന്റെ ഏജിങ്ങിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പൊ അത് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള പ്രവർത്തനമാണ് വീറ്റ് ജെം ഓയിലിന്റെ. ക്യുക്ക് അബ്സോർബിംഗ് ആണ്, നോൺ ഗ്രീസി ആണ്. അതായത് നേരത്തെ നമ്മൾ മൾട്ടിപർപ്പസ് ക്രീമിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ അത് പ്രതലത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കില്ല. പെട്ടെന്ന് നമ്മുടെ കാലുകൾ അതിൽ നിന്ന് അത് എന്താ പറയുക വലിച്ചെടുക്കും. ജെന്റിൽ എക്സ്ഫോളിയേറ്റ് ഡെഡ് സ്കിൻ, അതായത് ഡെഡ് സ്കിന്നുകളെ മാറ്റി നിർത്തി പുതിയ സെല്ലുകളെ അവിടെ കൊണ്ടുവരാൻ, കോശങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി അത് സഹായകരമാവും. സ്മൂത്ത് സൂത്തസ് റിപ്പയർസ് ആൻഡ് റിലീവ്സ് ക്രാക്സ്, ഇന്റൻസീവ്ലി മോയ്സ്ചറൈസേഴ്സ് ആൻഡ് ഹീൽസ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കാലുമുള്ള ആ ഒരു ക്രാക്കുകളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. വീണ്ടും ഞാൻ പറയുന്നു, മാർക്കറ്റിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ തുല്യമായിട്ട് വരുന്ന, ഇതിൽ അടങ്ങിയിരിക്കുന്നതിന്റെ ഒരു 2-3 കണ്ടന്റെങ്കിലും ഉള്ള ഉൽപ്പന്നമായിട്ട് വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി. നൈസ ഫുഡ് ക്രീമിന്റെ 50 ഗ്രാമിന് വരുന്ന വില നമുക്ക് 99 രൂപയാണെങ്കിൽ അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒന്നാണ് കെമിസ്റ്റ് അറ്റ് പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉൽപ്പന്നം. അത് ഡ്രൈ ആൻഡ് ക്രാക്ഡ് ഹീൽസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, കാല് വിണ്ട് കീറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് വരുന്നത് 299 രൂപ വരുമ്പോൾ ഇവിടെ ആകപ്പാടെ നമുക്ക് വരുന്നത് എന്താ? 99 രൂപ വരുന്നത്. 100 രൂപയുടെ വ്യത്യാസം സ്പോട്ടിൽ തന്നെ നമുക്ക് കാണാം. ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുത്തു കഴിഞ്ഞാൽ 79 രൂപയാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. അല്ല 200 രൂപയുടെ വ്യത്യാസം നമുക്ക് സ്പോട്ടിൽ കാണാം. 76 DP നമുക്ക് നമ്മുടെ പ്രൈസിൽ കിട്ടുന്നത്. അപ്പൊ കാല് വിണ്ട് കീറുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഇന്റൻസീവ് റിപ്പയർ ഫുഡ് ക്രീം എന്ന് പറയുന്നത്. അതിന്റെ വീറ്റ് ജെം ഓയിലാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം അത് ഉള്ളിലേക്ക് ഇറങ്ങി ആ ഡെഡ് സെല്ലുകളെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനും ഫ്രീ റാഡിക്കൽ ഡാമേജ് ഇല്ലാതിരുന്നുകൊണ്ട് നോർമലി അതിന്റെ ഏജിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട് അത് നമ്മളെ സഹായിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം ഓൾറെഡി പ്രമള മാഡം പറഞ്ഞു. ഇതും നൈസയുടെ ഒരു ഉൽപ്പന്നമാണ്, സെൻസേഷൻ നൂറിഷിംഗ് ക്രീം ബാർ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ, ഹണി, മിൽക്ക്, ഇതിന്റെ എല്ലാം ചേരുവകൾ അതിൽ
അടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയാണ്. സെൻസേഷന് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോവിന് മാത്രമേ ഒരു കമ്പാരിസൺ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഡോവിന്റെ ആണ് 75% TFM ഉള്ളെങ്കിൽ പോലും നമ്മുടെ TFM 76%. ഇത് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഇന്ന് ഡോവിന്റെ പിങ്ക് ബ്യൂട്ടി ബാത്തിങ് സോപ്പിന് വരുന്ന വില, ബാറിന് വരുന്ന വില 82 രൂപയാണ് അതിന്റെ MRP എങ്കിൽ, നമുക്ക് അതിനേക്കാളും ഉയർന്ന ക്വാളിറ്റി ഉള്ള ഈ സോപ്പ് 45 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഡിസ്കൗണ്ട് റേറ്റ് 39 രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് 40 രൂപയെക്കാളും കൂടുതൽ വ്യത്യാസം നമുക്ക് സ്പോട്ടിൽ ഒരു സോപ്പ് മാറ്റി കഴിഞ്ഞാൽ കിട്ടും. ഇനിയാണ് ചില ആൾക്കാർക്ക് സോപ്പ് ഉപയോഗിച്ച് കുളിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. സോ അവരെ സംബന്ധിച്ച് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്ട്രോബെറിയുടെ ബോഡി വാഷ്. എന്താണ് അതിന്റെ ഗുണം? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഡാർക്ക് സ്പോട്ടുകളെ കുറയ്ക്കാനും അതേപോലെ തന്നെ സ്കിൻ ടോണിനെ ഈവൺ ആക്കാനും വേണ്ടി സഹായിക്കും. സ്കിൻ ടോൺ ഈവൺ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ഹാഫ് കൈ ഷർട്ട് ഇട്ട് പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടാൻ ഉണ്ടാവില്ലേ, നമ്മുടെ ശരീരത്തിൽ ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സ്കിന്നിന്റെ പല സ്ഥലങ്ങളിൽ പല കളറുകളായിരിക്കും. ചില സ്ഥലത്ത് ഡിസ്കളറേഷൻ ആയിരിക്കും, ചില സ്ഥലത്ത് നല്ല ബ്രൈറ്റ് ആയിരിക്കും, ചില സ്ഥലത്ത് ഭയങ്കര ഡള്ളായിരിക്കും. അപ്പോൾ ഒരു ഈവൻ സ്കിൻ ടോൺ വരാൻ വേണ്ടി ഇത് സഹായിക്കുന്ന മാത്രമല്ല ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടാവാൻ, അതായത് കറുത്ത പാടുകൾ ഇല്ലാതെ ആക്കാനും ഈ ഒരു നൈസ ബോഡി വാഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് സ്ട്രോബെറി ആണ്. നമ്മൾ സ്ട്രോബെറി ഉള്ള ഒരു കണ്ടന്റ് നമുക്ക് മുന്നേ അറിയാം, അതാണ് ന്യൂട്രിചാർജ് വുമൺ. ആ സ്ട്രോബെറി ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ കളറിനെ വെച്ചാൽ നാച്ചുറൽ ടോണിനെ കൂട്ടാനും ആ ഗ്ലോ ഉള്ളിൽ നിന്ന് കൊണ്ടുവരാനും അത് സഹായിക്കുമ്പോൾ ഇവിടെ നമുക്ക് അത് മാത്രമല്ല, ഇവിടെ ആൽമണ്ട് ഓയിൽ അടങ്ങിയിട്ടുണ്ട്, തേൻ അടങ്ങിയിട്ടുണ്ട്, മിൽക്ക് പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. ഈ പറഞ്ഞ 5 കണ്ടന്റും കൂടി അതിന്റെ കൂടെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്കിന്നിന് എത്രത്തോളം പ്രൊട്ടക്ഷൻ ആണ് കിട്ടുന്നത്. ആൽമണ്ട് ആൻഡ് മിൽക്ക് പ്രോട്ടീൻ ഡീപ്ലി nourishes and repair the skin. Glycerin and honey lock in lasting moisture and vitamin C brightens for a healthy and radiant complexion. ഇതിലെ ആൽമണ്ടും മിൽക്ക് പ്രോട്ടീൻ എന്ത് ചെയ്യും? നിങ്ങളുടെ സ്കിന്നിനെ പരിചരണം നൽകിക്കൊണ്ട് സ്കിന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുമ്പോൾ ഗ്ലിസറിനും തേനും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ആ മോയ്സ്ചറൈസറിനെ ഒരു 24 മണിക്കൂറോളം അതിനെ നിലനിർത്താൻ വേണ്ടി, സ്കിന്നിൽ നിലനിർത്താൻ വേണ്ടി സഹായിക്കുമ്പോൾ വൈറ്റമിൻ സി എന്ത് ചെയ്യും? സ്കിന്നിന്റെ നാച്ചുറൽ കളറിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ ഈ പറഞ്ഞ 5 ഘടകങ്ങൾ എന്തിൽ അടങ്ങിയിട്ടുണ്ട്? ഈ പറഞ്ഞ ബോഡി വാഷിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബോഡി വാഷ് പല ആൾക്കാരും ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നത് ലൂഫ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ലൂഫ ഈ പണ്ട് കാലത്ത് നമ്മള് ഈ പയറുപൊടിയൊക്കെ നമ്മൾ തേച്ച് കുളിക്കും. അപ്പൊ നമ്മൾ ചകിരിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുക്കിയായിരുന്നെങ്കിൽ ഇപ്പൊ ലൂഫ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ്. അപ്പൊ ഈ ലൂഫ വെച്ച് നമ്മൾ ഉരച്ചു കഴിഞ്ഞാൽ നല്ലതൊക്കെ തന്നെയാ, പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റ്ലീസ്റ്റ് നമ്മളൊരു 3 ആഴ്ച കഴിഞ്ഞ് ഇത് മാറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുളി കഴിഞ്ഞ് ഈ സാധനം വെള്ളത്തിലിട്ട് കഴുകി നമ്മൾ അവിടെ ഇട്ടാൽ പോലും അതിൽ ഡെഡ് സെല്ലുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഇത് കൂടി പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരിക്കലും നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടില്ല. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ദാറ്റ് നിങ്ങൾ ബോഡി വാഷ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കൈ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അത് നല്ലൊരു ശീലമാണ്. കൈ ഉപയോഗിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക. നമുക്കൊരു എക്സ്റ്റേണൽ സംഭവത്തിന്റെ ആവശ്യമില്ല നമ്മുടെ ശരീരം തേച്ച് ഇതാക്കാൻ വേണ്ടി. നമ്മുടെ കൈ തന്നെ ധാരാളമാണ്. അപ്പൊ ബോഡി വാഷ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഇനി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിവ്യയുടെ ബോഡി വാഷ് ഉണ്ട്. അതാണ് ഇപ്പം മാർക്കറ്റിലെ ഏറ്റവും ഈ ഒരു ഇത്രയും ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്ന് നിവ്യയുടെ മാത്രം എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ ഈ പറഞ്ഞ പോലെ ആൽമണ്ട് ഓയിലിന്റെ സത്തും കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ 1 ലിറ്ററിന് വരുന്ന വില എന്ന് പറയുന്നത് 789 രൂപയാണ് വരുന്നെങ്കിൽ നമ്മുടെ ബോഡി വാഷ് നമുക്കറിയാം 200 ml ആണ് നമ്മുടെ ബോഡി വാഷ്. അങ്ങനെയാണെങ്കിൽ 789 രൂപ 1 ലിറ്ററിന് വരികയാണെങ്കിൽ നിവ്യയുടെ 200 ml വരുന്ന വില 157 രൂപ. നമ്മുടെ നൈസ ബോഡി വാഷിന് വരുന്ന വില 140 രൂപ. ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുത്തു കഴിഞ്ഞാൽ വെറും 111 രൂപയ്ക്ക് നമുക്ക് കിട്ടും. നോക്കിയാക്കൂ, MRP ഡിസ്കൗണ്ട് കാർഡിലേക്ക് വരുമ്പോൾ എത്ര രൂപയുടെ വ്യത്യാസം സ്പോട്ടിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ഞാൻ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ലോക്കൽ ബ്രാൻഡായിട്ടല്ല, കണ്ടന്റ് വൈസ് ഇതിന്റെ കൂടെ ഏറ്റവും എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ് നിവ്യ എന്ന് പറയുന്നത്. ആ നിവ്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും നമുക്ക് എന്തുണ്ട്? ഇത്രയും ക്വാളിറ്റി വൈസും പ്രോഫിറ്റബിൾ വൈസും നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. ഇനി അടുത്തതാണ് നൈസയുടെ തന്നെ ബോഡി ടാൽക്കം. 2 തരത്തിലെ ടാൽക്കം പൗഡർ നമുക്കുണ്ട്. ഒന്നാണ് ഫ്ലോറ ബോസം, ഒന്നാണ് പ്രിക്ലി ഹീറ്റ്. ഇതിലധികം ആൾക്കാരും വീട്ടില് ഫ്ലോറ ബോസം ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ പ്രിക്ലി ഹീറ്റ് ചിലപ്പോൾ ചില ആൾക്കാർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഈ ചൂടുകാലത്ത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചോലയുടെ താഴെ പോയിട്ട് നല്ല ഒരു വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഇങ്ങനെ നിന്ന് വെള്ളച്ചാട്ടം നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങോട്ട് പറ്റുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. നല്ല ചൂടത്ത് അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ പ്രിക്ലി ഹീറ്റിന്റെ പെട്ടെന്ന് തന്നെ സ്വെറ്റിനെ അബ്സോർവ് ചെയ്യും. അതായത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് വേർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അബ്സോർവ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കി വെക്കാനും ഇത് സഹായിക്കും. പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ശരീരത്തിൽ ചുട്ടുപൊള്ളുന്ന ആ ചൂട്
ചൂടിനെ തടഞ്ഞു നിർത്താനും അതിനൊരു ആശ്വാസം കിട്ടാനും ഇത് നമ്മുടെ ശരീരത്തിൽ ഇടുമ്പോൾ കുറച്ച് ലാസ്റ്റിംഗ് ആയിട്ട് ഇത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നാൽ ഫ്ലോറാബോസം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, അതൊരു ലോങ് ലാസ്റ്റിംഗ് ഫ്രഷ്നെസ് തരും, സോഫ്റ്റ് ആൻഡ് സിൽക്കി ആണ് അത്, എൻഹാൻസ് ഇറിസ്റ്റബിൾ ഫ്രാഗ്രൻസ്, അതായത് അതിന്റെ മണം ഏകദേശം നമ്മളൊരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ നോക്കി 7-8 മണിക്കൂർ അതിന്റെ മണം നിലനിൽക്കാൻ വേണ്ടി സഹായിക്കും. കീപ്സ് അവേ ഫ്രം ബാഡ് ഓർഡർ, അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന ദുർഗന്ധത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഈ പറഞ്ഞ ഫ്ലോറാബോസം സഹായിക്കും. ഇതിന് വരുന്ന MRP വില എന്ന് പറയുന്നത് 67 രൂപയാണ്. ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് 55 അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ നോക്കാം. ഗ്രേറ്റ് ഡിയോഡറൈസർ, അതായത് ഇതിനൊരു സ്പ്രേ പോലെ, ഡിയോഡറന്റ് സ്പ്രേ പോലെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പ്രിവെന്റ്സ് ബോഡി ഓർഡർ കോസ്റ്റ് ബൈ സ്വെറ്റ് ഇൻ എനി വെതർ, അതായത് അമിതമായിട്ട് വേർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദുർഗന്ധത്തിൽ നിന്ന് മോചനം നൽകാൻ ഇത് സഹായിക്കും. കീപ്സ് യു ഫീലിംഗ് റിഫ്രഷ്ഡ് ആൻഡ് എനർജൈസ്ഡ്, നമ്മൾ ഇത് ഇടുമ്പോൾ നമുക്ക് നല്ലൊരു എനർജിയും നല്ലൊരു പ്ലസന്റ് സ്മെല്ലും കിട്ടുമ്പോൾ പോസിറ്റീവ് ആയിട്ടൊരു എന്താ പറയുക ഔട്ട്ലുക്ക് നമുക്ക് ഉണ്ടാവും. പെർഫെക്റ്റ് ഫോർ ഓൾ സീസൺ, ഏത് കാലാവസ്ഥയാണെങ്കിലും ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഏത് പ്രായക്കാർക്കും ഒരേപോലെ നമുക്കിത് ഉപയോഗിക്കാം. ഐഡിയൽ ഫോർ ഡെയിലി യൂസ് ആഫ്റ്റർ മോർണിംഗ് ആൻഡ് ഈവനിംഗ് ബാത്ത്, അത് കുളി കഴിഞ്ഞിട്ട് 2 നേരം നമുക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാൻ സഹായിക്കും. ഇതിന് പകരമായിട്ട് മാർക്കറ്റിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒന്നാണ് പോൺസിന്റെ ഡ്രീം ഫ്ലവർ 100 ഗ്രാം. അതിന് വരുന്ന വില 177 ആണെങ്കിൽ ഇവിടെ നമുക്ക് 67 രൂപയ്ക്ക് പരിപാടി തരും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പൗഡർ നമ്മൾ സാധാരണയായിട്ട് വെറുതെ നമ്മൾ നേരം പോക്കിന് പോലും കാണുന്ന ഒരു പൗഡറിൽ പോലും എന്തുണ്ട്, നമുക്ക് അത്രയും വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പ്രിക്ലി ഹീറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് മെൻതോൾ. ആ മെൻതോളിന്റെ ഫോർമുലേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ ആ ചൂടിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി സഹായിക്കുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന് നമുക്കൊരു റിലീഫ് കിട്ടുന്നത് മാത്രമല്ല, ഇത് ഹീറ്റ് റാഷ്, അതായത് സൂര്യാഘാതം മൂലം ഉണ്ടാവുന്ന നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന റാഷുകൾ അതിൽ നിന്ന് പ്രതിരോധിക്കാനും ചൊറിച്ചിൽ നിന്നും സ്കിൻ സംബന്ധമായ ഇറിറ്റേഷനും ഏറ്റവും നല്ലതാണ്. കേപ്പബിൾ ഓഫ് പ്രൊട്ടക്ടിങ് ഫ്രം ബോഡി ഓർഡർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ട് ശരീരം ചൂടാവുന്ന ആൾക്കാർ, വേർക്കുന്ന ആൾക്കാർക്ക് ദുർഗന്ധം ഉണ്ടാവും ശരീരത്തിൽ, അതിനെ അകറ്റി നിർത്താൻ ഇത് സഹായിക്കും. ഫുൾ ടൈം നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് മാത്രമല്ല, ഇതും ഈ പറഞ്ഞ പോലെ രാവിലെയും വൈകിട്ടും പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് വളരെ വളരെ അത്യാവശ്യമാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ തന്നെ പോയിട്ട് നിങ്ങൾ ഓഫീസിൽ പോകുന്നേക്കാളും മുന്നേ ഈ ഒരു ടാൽക്കം പൗഡർ മേടിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ യു വിൽ ബി പെർഫെക്റ്റ്ലി കൂൾ. അത് ഇതിന്റെ ഒരു എന്താ പറയുക സവിശേഷതയാണ്, കാരണം അതിൽ മെൻതോൾ അടങ്ങിയിട്ടുണ്ട്. ഇതേ മെൻതോൾ അടങ്ങിയിരിക്കുന്ന മറ്റു മാർക്കറ്റിൽ വരുന്ന ഒന്നാണ് ഡെർമിക്കൂൾ. ഇതിന്റെ ഒരു പരസ്യവാചകം ഉണ്ട്, ടണ്ട കൂൾ എന്ന് പറഞ്ഞിട്ട്. ആ ഡെർമിക്കൂളാണ് ഈ ഡെർമിക്കൂള്. ഇത് അവർ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും എന്താണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പൊ ഈ ഒരു ഡെർമിക്കൂളിന് വരുന്ന വില 145 രൂപയാണ് ഇന്ന് പൊതു മാർക്കറ്റിലെങ്കിൽ നമുക്കിവിടെ MRP വരുന്നത് എന്താ 80 രൂപയെ വരുന്നുള്ളൂ. ഡിസ്കൗണ്ട് റേറ്റ് 64 രൂപ. ഞാൻ ആസാമിൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ബാംഗ്ലൂർ വന്നു. ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ പൊതു മാർക്കറ്റിൽ നിന്ന് അന്ന് RCMനെ പരിചയമില്ലാത്ത സമയത്ത് ഇത് മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, അക്കോർഡിംഗ് ടു ദ യൂസേജ് അതിനേക്കാളും കൂടുതൽ നമുക്ക് ഇടുമ്പോൾ സുഖവും സ്കിന്നിന് യാതൊരു തരത്തിലുള്ള ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഇച്ചിങ്ങോ തോന്നാത്ത ഒന്നാണ് പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചൂട് കാലത്ത് ചൂട് നിന്ന് ഒരു സംഹാരിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഉപയോഗിക്കാം. സോ ദാറ്റ് ഈസ് ബ്ലോസം ടാൽക്ക് ആൻഡ് പ്രിക്ലി ഹീറ്റ്. ഇനി അടുത്തതാണ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടും എന്നാൽ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒന്നാണ് ഹാൻഡ് വാഷ് എന്ന് പറയുന്നത്. ഹാൻഡ് വാഷ് സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും വാഷ് ബേസിന്റെ അടുത്ത് ഒരു ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ പോലും ഇത് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശുചിത്വമില്ലായ്മയാണ്. പുറത്തേക്ക് പോയിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ എത്ര പേര് ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴുകാറുണ്ട്? ചിലപ്പോൾ അതേപോലെ വന്ന് നേരിട്ട് ചായ കുടിക്കും, പലഹാരം കഴിക്കും, ഇതൊക്കെ കഴിക്കും. ഇതൊക്കെ രോഗങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് പടർത്താൻ ഏറ്റവും വലിയൊരു കാരണമായിട്ട് ഇത് മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ COVID-19 നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, ശുചിത്വം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ളത്. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഹാൻഡ് വാഷ് നിങ്ങളുടെ എല്ലാവരും വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊരു മൂലയ്ക്ക് ഇരുന്ന് തുടങ്ങിയിട്ട് കൊല്ലം കുറച്ചായി, 1.5-2 കൊല്ലമായി ഒരേ ഹാൻഡ് വാഷ് വെച്ച് കച്ചവടം നടത്തി തുടങ്ങിയിട്ട്. സോ എനിക്ക് പറയാനുള്ളത്, അത് ഡെയിലി യൂസ് ചെയ്യുക. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴും നിങ്ങൾ അകത്തേക്ക് വരുമ്പോഴും ഈ ഹാൻഡ് വാഷ് ഇട്ട് പോകണം. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുള്ള വീടാണെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് ആദ്യം ചെയ്യേണ്ട കാര്യം ബാത്റൂമിൽ പോവുക, കയ്യും കഴുകുക. ഇത് നമ്മുടെ പഴമക്കാര് മുന്നേ നമുക്ക് പറഞ്ഞു തന്നതിനൊരു കാരണമുണ്ട് അല്ലെ. ഏത് സമയത്താണെങ്കിലും രാത്രി നേരത്ത് വരുമ്പോൾ മകനോ അല്ലെങ്കിൽ ഭർത്താവോ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കൈയും കാലും കഴുകിയിട്ട് കുട്ടീനെ തൊട്ടാൽ മതി എന്ന് പറയും. എന്തുകൊണ്ടാ? കാരണം അന്നറിയാം ആ ജേം പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു സെഗ്മെന്റ് നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതെന്ത് ചെയ്യും, ഹാൻഡ് വാഷ് എന്ത് ചെയ്യും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയനെയും അതുപോലെ തന്നെ ദുർഗന്ധത്തെയും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നിങ്ങളുടെ സ്കിന്നിനെ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ
ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഇത് വലിയൊരു കാരണമായിട്ട് മാറുമ്പോൾ ഇവിടെ നമുക്ക് നൈസയുടെ ഹാൻഡ് വാഷ് 3 ഫ്ലേവറുകളുണ്ട്. ഒന്നാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. ആ ഓറഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ എന്താ അതിന്റെ ഗുണം, ആ ഒരു മണം ഒരുപാട് നേരം നിലനിർത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അത് ഡ്രൈനെസിനെ കുറയ്ക്കാനും നമ്മുടെ കൈകളെ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായിക്കും. ഇതാണ് ഇതിന്റെ 2 കീ ഇൻഗ്രീഡിയൻസ് വരുന്നതെങ്കിൽ അടുത്തതാണ് നൈസയുടെ തന്നെ ഡെറ്റ്മാക്സ് ഹാൻഡ് വാഷ് എന്ന് പറയുന്നത്. ഈ ഡെറ്റ്മാക്സ് ഹാൻഡ് വാഷ് നിങ്ങൾക്ക് അൾട്ടിമേറ്റ് സുരക്ഷ നൽകുന്നതാണ്. അത് എല്ലാ തരം സ്കിൻ സംബന്ധമായ ആൾക്കാർക്കും, എല്ലാ തരത്തിലും സ്കിന്നുള്ള, ഇപ്പോൾ ഓയിലി ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും അവർക്കൊക്കെ നല്ലതാണെന്ന് മാത്രമല്ല pH ബാലൻസ്ഡ് ആണ്. ഒപ്പം തന്നെ ആന്റി ബാക്ടീരിയൽ, ഏത് തരത്തിലെ ബാക്ടീരിയകളിൽ നിന്നും, അതായത് ശരീരത്തിൽ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ബാക്ടീരിയയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് സഹായിക്കും. പ്രൊട്ടക്ഷൻ ഫ്രം ജേംസ് ആൻഡ് ഇൻഫെക്ഷൻസ്. അപ്പൊ ഇതും എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് നീങ്ങാം. അപ്പൊ ഒന്നുകിൽ നൈസ ഓറഞ്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡെറ്റ്മാക്സ് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ എന്തുണ്ട്, നമുക്ക് സ്ട്രോബെറിയുടെ ടൈപ്പ് ഉള്ളതും നമുക്ക് ഉണ്ട്. ഇതൊക്കെ റീഫിൽ പാക്ക് ആണെങ്കിൽ, ഇതല്ലാതെ തന്നെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഹാൻഡ് പമ്പ് ചെയ്യുന്ന ഡബ്ബയിലും നമുക്കിത് കിട്ടുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, ജസ്റ്റ് ഉണ്ട് എന്ന് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. ഇത് കൂടാതെ ഇതിന്റെ 1 ലിറ്റർ ബോട്ടിൽ നിങ്ങൾക്ക് കിട്ടും എന്ത് ചെയ്യാൻ, റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൽ എന്തടങ്ങിയിട്ടുണ്ട്, ഈ പറഞ്ഞ ഡെറ്റ്മാക്സിൽ എന്തടങ്ങിയിട്ടുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവാണ് നീം. അതായത് ആര്യവേപ്പിന്റെ സത്ത് അതിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു നാച്ചുറൽ ആന്റിസെപ്റ്റിക് ആണ്. അത് ജേംസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ കയ്യിലെ ചർമ്മത്തിനെ മൃദുലമാക്കിയിട്ടും ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ വേണ്ടി സഹായിക്കും. പ്രൊട്ടക്ട് ഫ്രം 99.9% ഓഫ് ജെംസ്, ബാക്ടീരിയനെ ഫൈറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഡീപ് ക്ലീനൈസിങ് ആൻഡ് ജെന്റിൽ ഓൺ സ്കിൻ, മോയ്സ്ചറൈസിങ് ഫോർമുലയുണ്ട്. റിഫ്രഷിംഗ് ഫ്രാഗ്രൻസ്, നല്ല മണം നിലനിർത്താൻ അത് സഹായിക്കും. ഐഡിയൽ ഫോർ ഡെയിലി യൂസ് നമ്മൾ ചെയ്യണം. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം, നോൺ ഡ്രൈയിങ് ജെൽ ബേസ്ഡ് ഫോർമുല ആയതുകൊണ്ട് തന്നെ എല്ലാ സ്കിന്നിനും ഇത് പറ്റും. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ് നമുക്ക് അപ്ലൈ ചെയ്ത് കഴുകി കളയാനും. അതേപോലെ തന്നെ ഇത് ലാർജ് സൈസിൽ നമുക്ക് കിട്ടും. അതായത് 1 ലിറ്ററിന്റെ റീഫിൽ പാക്ക് നമുക്ക് കിട്ടും. അപ്പൊ വീണ്ടും നമുക്ക് ഹാൻഡ് പമ്പ് ഡബ്ബ മേടിച്ചിട്ട് കാശ് കളയേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി, ഒരു ഡബ്ബ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 1 ലിറ്റർ നമുക്ക് അതിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി. ഇനി പൊതു മാർക്കറ്റിൽ നമ്മളൊന്ന് കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ, ഡെറ്റോളിന് ഈ പറഞ്ഞ പോലെ ഹാൻഡ് വാഷിന് വരുന്ന വില 172 രൂപയാണെങ്കിൽ നൈസയുടെ ഓറഞ്ചിന് വരുന്ന വില 106 രൂപ, ഡിസ്കൗണ്ട് റേറ്റ് 84. നൈസയുടെ ഡെറ്റ്മാക്സ് ബോഡി വാഷിന് വരുന്നത് MRP 90 ആണെങ്കിൽ DP എന്താണ് 71 രൂപയെ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവരും കയ്യിലുള്ളതാണ്, അതാണ് നൈസയുടെ ലിപ് കെയർ എന്ന് പറയുന്നത്. അത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ വീറ്റ് ജെം ഓയിൽ, ഏതിലാണ് ഞാൻ വീറ്റ് ജെം ഓയിൽ പറഞ്ഞ, ആർക്കെങ്കിലും പറയാമോ? പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇതിൽ കാണില്ല, കാരണം പ്രസന്റേഷൻ ആണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, വീറ്റ് ജെം ഓയിൽ നമ്മൾ പറഞ്ഞത് എവിടെയാണ്, ഫുഡ് ക്രീമിലാണ് വീറ്റ് ജെം ഓയിൽ പറഞ്ഞത്. വീറ്റ് ജെം ഓയിൽ ഉണ്ട്, വൈറ്റമിൻ ഇ എന്തുണ്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ വൈറ്റമിൻ ഇ അതിൽ ടോക്കോഫെറോയിൽ അസിറ്റേറ്റ്, എ പോട്ടന്റ് ആന്റി ഓക്സിഡന്റ് ദാറ്റ് ഹെൽപ്സ് പ്രൊട്ടക്ട് ആൻഡ് നോറിഷ് ദ ലിപ്സ്. അതായത് നമ്മുടെ ചുണ്ടുകൾക്ക് ഏറ്റവും കൂടുതൽ പരിചരണം നൽകുന്ന വൈറ്റമിൻ ഇയിൽ തന്നെ ടോക്കോഫെറൈൽ അസിറ്റേറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ഈ ചർമ്മത്തിനെ വലിഞ്ഞു പൊട്ടാതിരിക്കാനും അതിനെ മൃദുലമാക്കി വെക്കാനും അത് മോയ്സ്ചറൈസ് ആയിട്ട് നിലനിർത്താനും വേണ്ടിയിട്ട് സഹായിക്കുമ്പോൾ വീറ്റ് ജെം ഓയിൽ എന്ത് ചെയ്യും, നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാവുന്ന ക്രാക്കുകൾ, അതുപോലെ തന്നെ എവിടെയെങ്കിലും ഇങ്ങനെ പൊള്ളച്ചിരിക്കുന്നതൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും. കാരണം വീറ്റ് ജെം ഓയിൽ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ്. അപ്പോൾ അതില് സോഫ്റ്റ്നെസ് വെക്കാനും അതുപോലെ തന്നെ ലിപ്പുകളിൽ ഉണ്ടാവുന്ന ചുളിവുകളും വിണ്ടലുകളിനെയും ഒക്കെ മാറ്റി നിർത്താനും എന്ത് ചെയ്യും, ഇത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഷിയ ബട്ടർ ഉണ്ട്. ഷിയ ബട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം മോയ്സ്ചറൈസറിന് ഏറ്റവും നല്ലതാണ്, ക്രാക്ക് ലിപ്സിന് ഏറ്റവും നല്ലതാണ്. അതായത് ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ ചുണ്ടുകളൊക്കെ വിണ്ട് കീറുന്ന സമയത്ത് അവിടെ അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. ഗ്ലിസറിൻ അട്രാക്ട്സ് മോയ്സ്ചർ ടു ദ ലിപ്സ് എൻഷുറിംഗ് ദേ റിമെയിൻ ഹൈഡ്രേറ്റഡ് ആൻഡ് സപ്പിൾ. അത് ഹൈഡ്രേഷൻ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അതിനെ സഹായിക്കും. അപ്പൊ വൈറ്റമിൻ ഇ, വീറ്റ് ജെം ഓയിൽ, ഷിയ ബട്ടർ ആൻഡ് ഗ്ലിസറിൻ, ബേസിക്കലി ഇത് 4ന്റെ പർപ്പസ് സെയിം തന്നെയാണ്. ലിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാം, മോയ്സ്ചറൈസ് ആയിട്ട് നിലനിർത്തുക, ഹൈഡ്രേറ്റ് ചെയ്യുക, ഒപ്പം തന്നെ എവിടെയെങ്കിലും വിണ്ട് കീറിയിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനും ഇത് സഹായിക്കുമ്പോൾ ഇതിന് വരുന്ന MRP വില 45 രൂപ, ഡിസ്കൗണ്ട് റേറ്റ് 37 രൂപ. ലിപ് കെയറിൽ ഞാൻ നോക്കിയിട്ട് ഇതിനേക്കാളും കുറഞ്ഞ നിരക്കിന് എനിക്കൊന്നും കാണാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു കമ്പാരിസൺ ഇതുവരെ ഇടാതെ. കാരണം നമുക്ക് 10 ml ട്യൂബായിട്ട് നമുക്ക് വേറെ ഒന്നും ഇതുവരെ അങ്ങനെ മാർക്കിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ മെസ്സേജിൽ ഇടാം, നോ പ്രോബ്ലം. സോ ഞാൻ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയില്ല. സോ ഇത് ഒരു എന്താ പറയാ മിറാക്കുലസ് ആണ്. നമുക്ക് നമ്മുടെ പേഴ്സിൽ സുഖമായിട്ട് കൊണ്ടു നടക്കാൻ ഏതൊരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പറഞ്ഞ ലിപ് കെയർ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമുക്ക് അധികം സുപരിചിതമല്ലാത്ത അല്ലെങ്കിൽ അധികം ആൾക്കാർ ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടില്ല, പല വീടുകളിലും പോയിട്ട് അങ്ങനെ ഞാനിത് ഇരിക്കുന്നൊന്നും കണ്ടിട്ടില്ല. അതാണ് ബോഡി ലോഷൻ, നമ്മുടെ നൈസയുടെ ബോഡി ലോഷൻ. ഇതൊരു നോൺ ഗ്രീസി
ഫോർമുലയാണ്. അതായത് നമ്മൾ ചർമ്മത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ സർഫേസ് ലെവലിൽ നിൽക്കില്ല. ശരി, പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്ത് എടുക്കും. സ്കിന്നിനെ എന്താ പറയുക, ഡ്രൈനെസ് നിന്ന് റിലീവ് ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇത് സഹായിക്കും. സ്കിന്നിനെ നല്ല സോഫ്റ്റും സ്മൂത്തും അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇതിന്റെ MRP വരുന്നത് 140 രൂപ, DP വരുന്നത് 110 രൂപയാണ് വരുന്നത്. എന്തൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം. ഒന്നാണ് ഷിയ ബട്ടർ, ആക്സ് ആസ് എ മോയ്സ്ചറൈസർ. രണ്ടാമതാണ് ഒലീവ് ഓയിൽ. അത് സ്കിന്നിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ എന്താ പറയാ പൊട്ടലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മുറിവോ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വൂണ്ടിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒലീവ് ഓയിൽ സഹായിക്കും. കോക്കനട്ട് ഓയിൽ ആക്നെ ട്രീറ്റ്മെന്റ്, ആക്നെ വരുന്നതിനെ പ്രതിരോധിക്കാനും ആക്നെ വന്നു കഴിഞ്ഞാൽ അതിനെ അകറ്റി നിർത്താനും സഹായിക്കുന്ന ഒന്നാണ് കോക്കനട്ട് ഓയിൽ. പംകിൻ സീഡ് ഓയിൽ, പംകിൻ സീഡ് ഓയിലാണ് ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒമേഗ 3യുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ 3 നിങ്ങളുടെ സ്കിന്നിന് നല്ല റേഡിയൻസ് തരും. അതിന്റെ കൂടെ തന്നെ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വീക്കത്തെ മാറ്റി നിർത്താനും ഇത് സഹായിക്കും. സോ ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ഇൻഫ്ലമേഷൻ, തടിച്ചു പൊങ്ങലൊക്കെ മാറ്റി നിർത്താൻ ഈ ഒരു പംകിൻ സീഡ് ഓയിൽ സഹായിക്കും. ഗ്ലിസറിൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് എന്ത് ചെയ്യും, നല്ല ഇലാസ്റ്റിസിറ്റി ആവും. ഇലാസ്റ്റിസിറ്റി ഇല്ലാത്ത സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചൂണ്ടുവിരൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഇത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് വിട്ട് കഴിഞ്ഞാൽ അത് നേരെ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ സ്കിന്ന് നല്ല ഇലാസ്റ്റിക് ആണ്. പക്ഷെ അതല്ല, ഒരു പാറ പോലെ അത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം കുറവാണ്, രണ്ടാമത് നിങ്ങളുടെ സ്കിന്നിന് വേണ്ട പരിചരണം കിട്ടുന്നില്ല. സോ ആ ഇലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിലാണ് നമ്മുടെ മുഖം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുള്ളൂ, നമുക്ക് നല്ല ഒരു അട്രാക്റ്റീവ് ലുക്ക് ഉണ്ടാവുള്ളൂ. സോ ഗ്ലിസറിൻ ഉള്ളതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി കൂട്ടാൻ സഹായിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വൈറ്റമിൻ B3, ഇറ്റ് പ്രിവെന്റ്സ് വാട്ടർ ലോസ് ആൻഡ് റീറ്റെയിൻസ് സ്കിൻ മോയ്സ്ചർ. നമ്മുടെ ശരീരത്തിലെ മോയ്സ്ചറിനെ, സ്കിന്നിന്റെ മോയ്സ്ചറിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. സോ ഈ പറഞ്ഞ 6 കണ്ടന്റ് ആണ് ഒരു ബോഡി ലോഷനിലുള്ളത്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ, ഇതുപോലൊരു ഉൽപ്പന്നം നമുക്ക് മാർക്കറ്റിൽ എടുത്തു കാണിക്കാനുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ബോഡി ലോഷന്റെ നിവ്യയുടെ തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിവ്യയുടെ ബോഡി ലോഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 349 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഒരു ബോഡി ലോഷൻ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കാണാൻ സാധിക്കില്ല. അതിൽ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഈ പറഞ്ഞ 6 കണ്ടന്റും കൂടി എന്ത് വേണം, അവിടെ വേണം. സോ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഈ ഒരു ബോഡി ലോഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങൾ നാളെ തന്നെ കടയിൽ പോയിട്ട് ഇത് വാങ്ങണം. കാരണം അത് ഒരു വട്ടം അപ്ലൈ ചെയ്തവർക്ക് അറിയാം അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് എന്താ പറയാ എല്ലാം തോർത്തിയതിനു ശേഷം ബോഡി ലോഷൻ അപ്ലൈ ചെയ്താൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോനേപേ സുഖ എന്ന് പറയും. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് അതിന്റെ കുറച്ചും കൂടി അട്രാക്ഷൻ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു എഡീഷണൽ അതിൽ ചെയ്യുന്നതിനാണ് ഈ സോനേപേ സുഹാഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ചർമ്മത്തിന് ഓൾറെഡി നമ്മൾ RCMന്റെ സോപ്പ് ഇട്ട് കുളിച്ചു, ഇനി ബോഡി വാഷ് ആണെങ്കിൽ ബോഡി വാഷ് ഇട്ട് കുളിച്ചു, അത് കഴിഞ്ഞിട്ട് അതിന് ഒരു ലെയർ കൂടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് എന്താണ് ഈ പറഞ്ഞ ബോഡി ലോഷൻ എന്ന് പറയുന്നത്. അതായത് സ്കിന്നിനെ മോയ്സ്ചറൈസ് ആയി നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത് മാത്രമല്ല ഒരുപാട് രീതിയിൽ സഹായിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ധന്യമഴ ഇതിന്റെ ബോഡി ലോഷൻ ഈസ് സൂപ്പർ എന്ന് പറയുന്നത് കണ്ടില്ലേ. അപ്പൊ ഉപയോഗിച്ച ഒരുപാട് പേരുണ്ട്, എന്നാൽ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് പൊതുവെ കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ ഓൾറെഡി മാഡം പറഞ്ഞു ഗ്ലിസറിൻ സോപ്പ്, അപ്പൊ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഗ്ലിസറിൻ ഞാൻ പറഞ്ഞ ഇലാസ്റ്റിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ഗ്ലിസറിൻ സോപ്പിൽ ടീ ട്രീ ഓയിലിന്റെ കണ്ടന്റ് കൂടി അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിന്നിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് വരില്ല. ഇതിന് പകരമായിട്ട് മാർക്കറ്റിൽ നമുക്ക് കൊല്ലങ്ങളായിട്ടുള്ള ഒരു സോപ്പാണ് PS എന്ന് പറയുന്നത്. 98% പ്യുവർ ഗ്ലിസറിൻ ആൻഡ് നാച്ചുറൽ ഓയിൽസ്. ഇന്ന് മാർക്കറ്റ് കമ്പാരിസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് MRP വരുന്നത്, അതായത് നമ്മുടെ ഗ്ലിസറിൻ സോപ്പിന് MRP വരുന്നത് 35 രൂപയാണെങ്കിൽ DP 31 രൂപയ്ക്ക് നമുക്ക് കിട്ടുമ്പോൾ ഇവിടെ നമുക്ക് PS-ന് 50 രൂപയെങ്കിലും മിനിമം നമുക്ക് എന്ത് വരും, MRP വരും. സോ ഗ്ലോ വിത്ത് കോൺഫിഡൻസ്, ഷൈൻ വിത്ത് ഗ്രേസ്, എലിവേറ്റ് യുവർ സ്കിൻ വിത്ത് നൈസർ സ്കിൻ കെയർ. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു. JRCM, ഗുഡ് RCM, ജയ് ഹിന്ദ്.